ഇന്നിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ഒരുപാട് സമയമുള്ളതുപോലെ തോന്നി. അപ്പം ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അമ്പാടീനെ അംഗനവാടിയിൽ വിട്ടു, അജേട്ടനും പുറത്ത് പോയിട്ടുണ്ട് എന്തോ കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചുമ്മാ ഇരിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ അങ്ങ് ചൂടാക്കി ഒന്ന് ചൂടുമാറി വരുമ്പോഴത്തേനും തലയിലോട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി പുറകമേക്ക് ഇറങ്ങിയിട്ട് ഞാനിത് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കട്ടയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതോടച്ച് നേരെ തലയിൽ തേച്ചു. അങ്ങനെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പേഷ്യൻ്റൊക്കെ കയറി വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ പുറകിലേക്ക് ഓടി. അങ്ങനെ വീട് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടാണ് നേരെ അകത്തേക്ക് കയറിയത്. കാരണം അവർ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ അജേട്ടനൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഓടിപ്പോയി കുളിച്ചു. അപ്പോഴത്തേനും അജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏട്ടൻ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി ഇച്ചിരി ലിപ് ബാമും അതേപോലെ മോയ്സ്ചറൈസറും ഇട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. വിളിച്ച് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്, അത് ചെയ്യുന്നതും. അപ്പം ഇന്ന് ഉച്ചത്തേക്കുള്ള കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അരിയൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് എന്താ തോരൻ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞമ്പാടീനെ ഓർത്തത്. വേറെ ഒന്നുമല്ല, അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ബീട്രൂട്ടിൻ്റെ തോരൻ കേട്ടോ. അതിരിപ്പുണ്ടെങ്കിലും ഇന്ന് കോവക്ക ചീത്തയായി പോവല്ലോ എന്ന് കരുതിയിട്ടാണ് കോവക്ക തോരൻ തന്നെ ഉണ്ടാക്കാമെന്നും വിചാരിച്ചത് കേട്ടോ. അപ്പം മോര് കറി ഉണ്ടാക്കാനുള്ള വെള്ളരിക്ക വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും അജേട്ടനും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പിന്നെ എന്തോ പറഞ്ഞപ്പോഴാണ് എന്നെ ഇഡ്ഡലി ആക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സ്നേഹം എന്നറിയില്ല, ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീം ഒക്കെ കോരിത്തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂട് സമയമായതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ ഇരിക്കും, അതൊരു തൽക്കാല ആശ്വാസമാണ്. അപ്പം ഞാനിതാ മോര് കറിക്കുള്ള വെള്ളരിക്ക കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളകും വെട്ടിയിട്ടു, ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും അതേപോലെ കുറച്ചധികം വെള്ളം ഒഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ. ഒരു വിസിൽ വന്നപ്പോഴത്തേനും ഞാൻ ഓഫാക്കി. മിക്കപ്പോഴും അത് അടിഞ്ഞു പോകാറൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇന്ന് മോരുകറി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ തേങ്ങ അരച്ചതും അതേപോലെ തൈര് ഉടച്ചതും ഒക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വറവൊക്കെ കഴിച്ച് മോരുകറി റെഡിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുവാരിയുടെ ചോറും അതേപോലെ മുട്ട ഓംപ്ലേറ്റും നല്ല കോവക്കത്തോരനും കൂടെ മോര് കറിയാണ് കേട്ടോ. അതും കൂട്ടി ഒരു പിടി പിടിച്ചു. കൂടെ അജേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ പൂരവിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ മധുരവും കഴിച്ച് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. എനിക്കാണെങ്കിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ റെഡിയാക്കുകയാണ്. സാധാരണ ഞാൻ പോകുമ്പോഴത്തേനും യൂണിഫോം ഇട്ടിട്ടാണ് നേരെ ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം കളറായത് വേറൊന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി ചേഞ്ച് ആയിട്ടുണ്ട്. നേരെ ലേബർ റൂമിലാണ് ഇപ്പോൾ ഡ്യൂട്ടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്നെ ഏട്ടൻ ഡ്രോപ്പ് ചെയ്ത് ഏട്ടൻ വടകരയിലും പോയി, ഞാൻ ഡ്യൂട്ടിക്കും കയറാൻ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.